ടെണ്ടുൽക്കർ ആൻഡേഴ്സൺ ട്രോഫിയിലെ ആദ്യ ടെസ്റ്റിൽ ഇന്ത്യയെ ഇംഗ്ലണ്ട് പരാജയപ്പെടുത്തിയിരുന്നു. ഇതോടെ 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ ആതിഥേയർ മുമ്പിലെത്തി. ജൂലൈ 2 ബുധനാഴ്ചയാണ് പരമ്പരയിലെ 2ാം ടെസ്റ്റ് അരങ്ങേറുന്നത്. ഇതോടെ ഇരു ടീമുകളും വലിയ തയ്യാറെടുപ്പിലാണ്. മാത്രമല്ല, ഇന്ത്യൻ സൂപ്പർ ബൗളർ ജസ്പ്രീത് ബുംറയില്ലാതെ കളത്തിലിറങ്ങുന്ന ഇന്ത്യക്ക് 2ാം മത്സരം നിർണായകമാണ്. ഇതോടെ പുതിയ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിനും കാര്യങ്ങൾ എളുപ്പമാവില്ല. വിരാട് കോഹ്ലിയുടെയും രോഹിത് ശർമ്മയുടെയും വിരമിക്കലിന് ശേഷമുള്ള ആദ്യ ടെസ്റ്റിൽ മികച്ച തുടക്കം ലഭിച്ചില്ല എങ്കിലും 2ാം ടെസ്റ്റിൽ വലിയ പ്രതീക്ഷയിലാണ് ടീം ഇന്ത്യ. ആദ്യ ടെസ്റ്റിൽ ഇന്ത്യൻ സീനിയർ ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജയ്ക്ക് മികച്ച പ്രകടനം പുറത്തെടുക്കാൻ സാധിച്ചില്ലായിരുന്നു. ആദ്യ ഇന്നിംഗ്സിൽ 11 റൺസ് നേടി പുറത്തായ ജഡേജയ്ക്ക് വിക്കറ്റൊന്നും നേടാൻ സാധിച്ചില്ല. 2ാം ഇന്നിംഗ്സിൽ 25 റൺസ് നേടി പുറത്താകാതെ നിന്നെങ്കിലും ടീം ഓൾ ഔട്ടിലേക്ക് കൂപ്പുകുത്തി. മാത്രമല്ല, നിർണായകമായ ഇന്നിംഗ്സിൽ ഒരു വിക്കറ്റ് മാത്രമാണ് താരത്തിന് നേടാൻ സാധിച്ചത്. ഇപ്പോൾ ജഡേജയെക്കുറിച്ച് സംസാരിക്കുകയാണ് മുൻ ഓസ്ട്രേലിയൻ താരം ബ്രാഡ് ഹാഡിൻ. ഇന്ത്യൻ സാഹചര്യങ്ങളിൽ മികവ് പുലർത്താൻ കഴിയുമെങ്കിലും ടീമിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട ഇടംകൈ സ്പിന്നറാണ് ജഡേജയെന്ന് തനിക്ക് തോന്നുന്നില്ല എന്ന് ബ്രാഡ് പറഞ്ഞു. മാത്രമല്ല, മികച്ച ഓൾറൗണ്ടർ ആണെങ്കിലും ഫലപ്രദമായി കളിക്കാൻ ജഡേജയ്ക്ക് കഴിയുന്നില്ല എന്നും ആക്രമണ മനോഭാവം ഇല്ലെങ്കിൽ പരാജയപ്പെടേണ്ടി വരുമെന്നും മുൻ താരം സൂചിപ്പിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: രവീന്ദ്ര ജഡേജയുടെ തകർച്ച നമ്മൾ കാണുന്നുണ്ടോ? അതെ, ഇന്ത്യൻ സാഹചര്യങ്ങളിൽ അവൻ മികച്ചവനാണ്. ഇന്ത്യയിൽ ഇടംകൈ സ്പിൻ കളിക്കുന്നത് എത്രത്തോളം ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇവിടെ സ്പിൻ ബോളിങ്ങിന്റെ കാര്യം നോക്കുമ്പോൾ ടീമിൽ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും നല്ല ഓപ്ഷൻ ജഡേജയാണെന്ന് ഞാൻ കരുതുന്നില്ല. ജഡേജയ്ക്ക് ഫലപ്രദമായി കളിക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. അവനൊരു നല്ല ഓൾറൗണ്ടറാണ്. അദ്ദേഹത്തിന് 2ാം സ്പിന്നറായി കളിക്കാനും മറുവശത്ത് പിടിച്ചു നിൽക്കാനും കഴിയും. അവർ കുറച്ച് ആക്രമണ രീതിയിൽ കളിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ അനുഭവ പരിചയമില്ലാത്ത ബൗളർമാരുള്ള ഒരു ടെസ്റ്റ് മത്സരം തോൽക്കേണ്ടി വരും. അതുമല്ലെങ്കിൽ അവരുടെ മനോഭാവം മാറ്റണമെന്നും ഞാൻ കരുതുന്നുവെന്ന് ഹാഡിൻ വില്ലോ ടോക്ക് പോഡ്കാസ്റ്റിൽ അഭിപ്രായപ്പെട്ടു.